ഹലോ കൂട്ടുകാരെ, ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ബോന സഞ്ചാർ എന്ന പേരുള്ള കവിതയാണ്. ഈ വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ചാപ്റ്ററിന്റെ പേര് ലാപത്ത ലേഡീസ്. ഒരു സിനിമയ്ക്ക് സ്ത്രീധനം, പോലീസിലെ അഴിമതി, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം തുടങ്ങിയ ഗൗരവമുള്ള സാമൂഹിക പ്രശ്നങ്ങളെ സാഹചര്യത്തിന്റെ സഹായത്തോടെ എങ്ങനെ അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് +1 ഹിന്ദിയിലെ ലാപത്ത ലേഡീസ് എന്ന പാഠഭാഗം നമുക്കൊന്ന് മനസ്സിലാക്കാം. പാഠം തുടങ്ങുന്നതിന് മുമ്പായിട്ട് യൂട്യൂബിൽ ഈ ഒരു സിനിമയുടെ ഫുൾ വീഡിയോ അവൈലബിൾ ആണ്. അപ്പോൾ ആ മൂവി ഒന്ന് ആദ്യം കണ്ടിട്ട് വരിക. 1 മണിക്കൂർ 37 മിനിറ്റ് മുതൽ 1 മണിക്കൂർ 50 മിനിറ്റ് വരെയുള്ള സീനുകളാണ്. അതാണ് നമ്മുടെ പാഠഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു തിരക്കഥയുടെ സമ്മറിയാണ്. ലാപത്ത ലേഡീസ് സ്നേഹ ദേശായി എഴുതിയ ഒരു തിരക്കഥയാണ്. 2 നവവിവാഹിത വധുക്കളെ ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് പോകുന്നത്. പുതുതായി കല്യാണം കഴിഞ്ഞ വധുവരന്മാര് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. ദീപകും ദീപകിന്റെ ഭാര്യ ഫൂൽകുമാരി, ജയയുടെ ഭർത്താവ് പങ്കജ്. അവർ ഗൂങ്ങട്ട് ഇട്ടത് കൊണ്ട് തന്നെ അവരുടെ ഭാര്യമാര് പരസ്പരം എക്സ്ചേഞ്ച് ആയി പോവുകയാണ് ഈ സിറ്റുവേഷൻ എല്ലാം കാരണമാകുന്നത്. ദീപകാണ് ആദ്യം ഇറങ്ങുന്നത്. ദീപക് തന്റെ വധുവാണെന്ന് വിചാരിച്ചിട്ട് ജയനെ കൂടെ കൊണ്ടുപോകുന്നു. അത് പക്ഷെ അവന്റെ തെറ്റ് മനസ്സിലാക്കിയ ശേഷം യഥാർത്ഥ വധുവായ ഫൂൽകുമാരിയെ കണ്ടെത്താൻ അവൻ ശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ ഈ ഒരു സാഹചര്യം മുതലെടുത്ത് ജയ തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ വേണ്ടി സ്വയം പര്യാപ്തയാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അവൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു യുവതിയായിരുന്നു. ലാപത്ത ലേഡീസിന്റെ പ്രധാന വിഷയം സ്ത്രീകളുടെ വ്യക്തിത്വം, സ്വാതന്ത്ര്യം, സ്വയം പര്യാപ്തത എന്നിവയാണ്. ഈ ഒരു പട്കഥയിൽ സ്ത്രീകളുടെ ബഹുമാനം, വിദ്യാഭ്യാസം, സ്വതന്ത്രമായ വ്യക്തിത്വം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. സ്ത്രീ ആരുടെയും സ്വത്തോ അടിമയോ അല്ല. സ്വന്തം വ്യക്തിത്വം രൂപപ്പെടുത്താനുള്ള പൂർണ്ണ അവകാശം അവൾക്കുണ്ട് എന്നാണ് ഈ പട്കഥയുടെ വിഷയം. പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്ന മുഖ്യമായ സാമൂഹിക പ്രശ്നങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ആദ്യം കൊടുത്തിരിക്കുന്നത് ദഹേജ് പ്രഥ, സ്ത്രീധന സമ്പ്രദായം. വിവാഹത്തിൽ സ്ത്രീധനത്തിന് പ്രാധാന്യം നൽകുന്നത് സ്ത്രീയെ ഒരു വസ്തുവായി കണക്കാക്കുന്ന സമൂഹത്തിന്റെ മനോഭാവത്തെ സൂചിപ്പിക്കുന്നു. 2ാമത്തെ പോയിന്റ് പോലീസ് മേ ഭ്രഷ്ടാചാർ, പോലീസിലെ അഴിമതി. മനോഹർ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥാപാത്രം പോലീസിലെ അഴിമതിയും കൈക്കൂലിയെയും തുറന്നു കാണിക്കുന്നു. 3ാമത്തെ പോയിന്റ് മഹിളാओं पर അത്യാചാർ, സ്ത്രീകൾക്കെതിരായ അതിക്രമം. സ്ത്രീകളെ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും അവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകാതിരിക്കുകയും ചെയ്യുന്ന സമൂഹത്തിലെ പുരുഷാധിപത്യ മനോഭാവത്തെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. 4ാമത്തെ പോയിന്റ് സ്ത്രീക്ക് സ്വതന്ത്രത, സ്ത്രീ സ്വാതന്ത്ര്യം. ജയ തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും സ്വയം പര്യാപ്തതയും എത്രത്തോളം ആവശ്യമാണ് എന്ന് ജയയുടെ കഥാപാത്രം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. 5ാമത്തെ പോയിന്റ് സാമാജിക് റൂഢിയ, സാമൂഹിക അനാചാരങ്ങൾ. സമൂഹത്തിൽ നിലനിൽക്കുന്ന അനാചാരങ്ങളെയും തെറ്റായ ധാരണകളെയും പട്കഥ പരിഹസിക്കുകയും അവയിൽ മാറ്റം വരുത്തേണ്ടതിന്റെ ആവശ്യകതയെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തതായി പാഠഭാഗത്തിൽ കൊടുത്തിരിക്കുന്നത് പാഠത്തിന്റെ സന്ദേശമാണ്. സ്ത്രീ ആരുടെയും അടിമയോ സ്വത്തോ അല്ല എന്ന സന്ദേശമാണ് ലാപത്ത ലേഡീസ് നൽകുന്നത്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, ബഹുമാനം, സ്വാതന്ത്ര്യം, സ്വയം പര്യാപ്തത, ജീവിതം എന്നിവയ്ക്കുള്ള അവകാശമുണ്ട്. സ്ത്രീധനം, അഴിമതി, സ്ത്രീകളോടുള്ള വിവേചനം തുടങ്ങിയ സാമൂഹിക അനാചാരങ്ങൾ ഇല്ലാതാക്കേണ്ടത് അനിവാര്യമാണ്. ഇനി കഥാപാത്രങ്ങളെ നമുക്ക് പരിചയപ്പെടാം. കഥാനായകൻ ദീപകാണ് സ്വന്തം ഭാര്യ ഫൂൽകുമാരിയുടെ സ്ഥാനത്ത് മറ്റൊരു യുവതിയായ ജയനെ കൊണ്ടുവരുന്നത്. 2ാമത്തെ കഥാപാത്രം ജയയാണ്. അവൾ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നു, സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നു. 3ാമത്തെ കഥാപാത്രം ഫൂൽകുമാരി ദീപകിന്റെ ഭാര്യ. 4ാമത്തെ കഥാപാത്രം മനോഹരാണ് ഈ ഒരു കഥയിലെ പോലീസ് അധികാരി. മനോഹറിലൂടെ പോലീസുകാർക്കിടയിലുള്ള അഴിമതിയും കൈക്കൂലി സമ്പ്രദായവും തുറന്നു കാണിക്കുന്നു. 5ാമത്തെ കഥാപാത്രം ജയയുടെ ഭർത്താവാണ്. ജയയുടെ ഭർത്താവിന്റെ പേര് പങ്കജ് എന്നാണ്. പഴയകാല സ്ത്രീധന സമ്പ്രദായവും അന്നത്തെ സമയത്തെ സാമൂഹിക സിറ്റുവേഷൻസുമാണ് അദ്ദേഹത്തെ പ്രതിനിധീകരിച്ച് കാണിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാന ഭാഗത്തായിട്ട് പാഠത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. റെഫർ ചെയ്യേണ്ടവർക്ക് റെഫർ ചെയ്യാം. ഇനിയുള്ള വീഡിയോസിൽ ഇങ്ങനത്തെ റെഫറൻസ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു.